നമുക്ക് അസംഖ്യമായിട്ട് പറയാൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ദേവതാവിശേഷങ്ങൾ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു സംസ്കാരമാണല്ലോ നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് കഴിഞ്ഞു വന്നാൽ അതിന് ഇടയ്ക്ക് കേൾക്കാം ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് കേൾക്കാം, തത്വമസി എന്ന് കേൾക്കാം. ഇതൊക്കെ കൂടിയിട്ട് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒരു മനസ്സിൽ കൃത്യമായിട്ട് ഭാവന ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ചിന്തിക്കാത്തിടത്തോളം കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകാൻ കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ചിന്തിക്കുന്നതും നല്ലതാണ്. ഇല്ല എങ്കിൽ നമ്മൾ ഒരു ഒഴിഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടി ഒരു മറുപടി പറയുക എന്നുള്ളതേ തോന്നുള്ളൂ. കഥകളായിട്ടെടുക്കണോ ഇതിനെയൊക്കെ? പുരാണ കഥകളുണ്ട്, നമുക്ക് ധാരാളം കഥകൾ കേൾക്കുന്നുണ്ട്. വെറും കഥകളാണോ അതോ ഇതൊക്കെ ഒരു ചരിത്രമാണോ? ചരിത്രം എന്നാണ് ഭാഗവതജ്ഞന്മാർ പറയുക. പക്ഷേ ഇതൊക്കെ ഒരു ചരിത്രമാണോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? തോന്നാറില്ല എന്ന് പറഞ്ഞത് ശരിയല്ല, തോന്നാറുണ്ട്. ശിവനും വിഷ്ണുവും തമ്മിൽ കലഹിക്കേണ്ട കാര്യമുണ്ടോ? ഇവർക്കൊന്നും വിവരമില്ലേ? സാധാരണ ജനങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കുക, അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ പുരാണങ്ങളിൽ പറയുമ്പോൾ ഒരു പുരാണത്തിൽ മറ്റ് ദേവതകളെ രണ്ടാം തരാക്കി കാണിക്കും, മറ്റൊരു പുരാണത്തിൽ ആ പുരാണത്തിൻ്റെ പ്രതിപാദ്യമായിരിക്കുന്ന ദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ താണതായിട്ട് കാണിക്കും. ഇങ്ങനെയൊക്കെയുള്ള പുരാണങ്ങളുടെ ഈ ഒരു ആഖ്യാന രീതി എന്ന് പറയട്ടെ, അതിൻ്റെ ഒരു രീതി അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ കൂടി ഇതെല്ലാം കാണുന്ന നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഒരു സംശയമില്ലേ? സംശയം ഉണ്ടാവണം, ഇല്ലെങ്കിൽ ആ സംശയം ഉണ്ടാവണം. ഞാൻ വളച്ചു കെട്ടി പറയുന്നില്ല. ഗണപതി മിത്താണോ എന്നൊരു കലഹം ഉണ്ടായില്ലേ ഇവിടെ കുറച്ച് കാലം മുമ്പ്? ഒരു രാഷ്ട്രീയ കോലാഹലം ഉണ്ടായില്ലേ? ഗണപതി മിത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് മറുപടി പറയേണ്ടത്? പറയുന്ന ആൾക്ക് അതിൻ്റെ ദുഷ്ടലക്ഷ്യം ഉണ്ടെന്നുള്ളത് കൊണ്ട് അയാളെ എതിർക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും, സത്യമായിരിക്കാം. പക്ഷേ കഴിഞ്ഞു വന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഇതിപ്പോൾ എങ്ങനെയപ്പോൾ എന്താ ഇങ്ങനൊരു ആകാരത്തിൽ ഒരാൾ എന്താ നമ്മുടെ ഭാവന? വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത്? എല്ലാം കൽപ്പിതമാണെന്ന് പറയുന്ന ഒരു ശാസ്ത്രം, വേദാന്ത ശാസ്ത്രം, അങ്ങനെ ഒന്നുണ്ട്. എല്ലാം കൽപ്പിതമാണ്. അപ്പോൾ ഇത്തരം ആരാധനാ സ്വഭാവങ്ങളുടെയൊക്കെ രീതി എന്താണ്? ഇത് കൽപ്പിതമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമാജിനറി ആണെന്ന് അർത്ഥമല്ലേ? ഇമാജിനേഷൻ. നമ്മുടെ ഒരു കവി ഇരുന്ന് അങ്ങനെ എന്തൊക്കെയോ ചിത്രീകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സിനിമ ചിത്രീകരിക്കുന്നത് പോലെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കൂട്ടിച്ചേർത്ത് രചിച്ചതാണോ ഇതൊക്കെ? അല്ലെങ്കിൽ വാസ്തവത്തിൽ ഇല്ലാത്തത് തന്നെയല്ലേ? ഉള്ളതാണോ? എങ്ങനെയാണ് ഉള്ളതെന്ന് പറയുക? എവിടെയാണത് ഉള്ളത്? ഇവിടെ ഉണ്ടോ, അപ്പുറത്തുണ്ടോ, ഇപ്പുറത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക? ഇതിനൊരു ഉത്തരം വേണം കൃത്യമായിട്ട്. അവരോട് പറയുമ്പോൾ നമ്മളുടെ എതിർചേരിയിൽ നിൽക്കുന്ന ആളെ പരാജയപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് പറയുന്നത് നല്ലതാണ്, വേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരേ പരമാത്മതത്വം, ഇതാണ് പരമാർത്ഥം എന്ന് പലപ്പോഴും ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ഭാഷയിൽ ഭാഗവതാദി പുരാണങ്ങൾ പോലും പറയുമ്പോൾ, നിർഗുണബ്രഹ്മം എന്ന ഭാഷയിൽ അതിനെ അവതരിപ്പിക്കുമ്പോൾ, സഗുണബ്രഹ്മം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ, ഇതൊക്കെ കൂടി കൂട്ടിക്കലരാണ്ട് നമുക്ക് മനസ്സിലാക്കണമല്ലോ. ആ സഗുണബ്രഹ്മത്തിൻ്റെ ആകാരങ്ങളായിട്ട് പലതിനെയും വർണ്ണിക്കുമ്പോൾ ഈ ആകാരങ്ങളൊക്കെ വാസ്തവത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥത്തിൽ ഇല്ല എന്നാണ് ശാസ്ത്രങ്ങളുടെ ഭാഷയിൽ പുരാണങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ശാസ്ത്രത്തിലേക്ക് കിടക്കണ്ട, പുരാണങ്ങളിൽ തന്നെ ഇതൊക്കെ മായാമയമാണെന്ന് പറയുന്ന ഭാഷ നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഇപ്പോൾ ഇവിടെ പ്രസക്തമാണല്ലോ അത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് വേദാന്തികളോട്, പരമവേദാന്തികളോട് ചോദിച്ചാൽ ഇതെല്ലാം മിഥ്യയാണെന്ന് പറയണതിൻ്റെ കൂട്ടത്തിൽ ഇതും മിഥ്യയാണെന്ന് പറയും. അപ്പോൾ പിന്നെ ഇയാൾ പറയണതും ഇതൊക്കെ തന്നെയല്ലേ? ഇപ്പം എന്താ വ്യത്യാസം ഉണ്ടായേ? നമ്മളുടെ കൂട്ടത്തിലിരുന്ന് പറഞ്ഞാൽ വിരോധമില്ല, അവരുടെ കൂട്ടത്തിലിരുന്ന് പറയാൻ പാടില്ല, അങ്ങനെയാണോ അർത്ഥം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഉത്തരം പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുറേയൊക്കെ ധാരണയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേയൊക്കെ നമുക്കറിയാം, കേട്ടിട്ട് പല സ്വാമിജിമാർ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭാഗവത ഉത്തമന്മാർ അപ്പോഴും പലപ്പോഴുമായിട്ട് പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുമൊക്കെ നമുക്ക് കുറേയൊക്കെ എന്തൊക്കെയോ ധാരണയുണ്ട്.
എങ്ങനെയാണ് നമ്മളുടെ സനാതനധർമ്മപ്രകാരം ഈശ്വര സങ്കല്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വര സങ്കല്പം എന്നുള്ള വാക്ക് മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിശ്വാസത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആലോചിച്ചുണ്ടാക്കിയ എന്തോ ഒരു ഇമാജിനറി ആയിട്ടുള്ള അസ്തിത്വം മാത്രമുള്ള എന്തോ ഒന്നിനെയാണ് സങ്കല്പം എന്ന് പറയുക. ഈ ആധുനിക നിരീശ്വരവാദികളൊക്കെ നമ്മളെ പരിഹസിക്കുന്നത് എങ്ങനെയാണ്? ഏതോ പുരാണത്തിലത്തെ കെട്ടുകഥയിൽ കാണുന്ന കഥാപാത്രങ്ങളെയൊക്കെ ഒരു മൂർത്ത രൂപം കൽപ്പിച്ച് നിങ്ങൾ പ്രതിഷ്ഠിച്ച് നിങ്ങളുടെ ഒരു സങ്കല്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. എല്ലാ ജഗത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിക്ക് പാലും പഴവും കൊടുത്തിട്ട് വശീകരിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ നമ്മളെ പരിഹസിക്കുന്നത് കേൾക്കാറുണ്ട് അല്ലേ? കേൾക്കണം, പരിഹസിക്കുന്നതും കേൾക്കണം. അപ്പോഴേ ചില അഭിമാനങ്ങളൊക്കെ പുറത്തേക്ക് വരുള്ളൂ. നമ്മളുടെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ നമ്മുടെ പ്രാചീന ഋഷിമാർ എന്ന് തന്നെ പറയട്ടെ, അവരെല്ലാവരും കേവലം ശാസ്ത്രതത്വങ്ങൾ അറിഞ്ഞ പണ്ഡിതന്മാർ മാത്രമല്ലായിരുന്നു, കവികൾ കൂടിയായിരുന്നു എന്നുള്ളത് ധരിക്കേണ്ടതുണ്ട്. കവികൾ കൂടിയായിരുന്നു. അപ്പോൾ പുരാണങ്ങളുടെ രചന എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? കേവലം പണ്ഡിതന്മാർക്ക് ശാസ്ത്ര നിരൂപണം ചെയ്യുന്നതിന് വേണ്ടിയല്ല. അത് സാധാരണ ജനങ്ങളെ ഉദ്ദേശിച്ച് അവരുടെ ഭാഷയിൽ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. പുരാണങ്ങളുടെ കഥാരൂപത്തിലുള്ള ആ ഒരു മുഖം നമുക്ക് പരിചിതമാണ്, മറ്റേ മുഖവും പരിചിതമാണ്. ഇത് രണ്ടും കൂടി കൂട്ടി ഘടിപ്പിക്കുന്ന സമയത്ത് ചില സന്ദേഹങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുറപ്പിക്കുക, ഈശ്വരൻ അനേകമില്ല. അങ്ങനെ ആരും പറയരുത്. അനേകം ഈശ്വരന്മാർ അങ്ങനെയൊന്നുമില്ല. അതായത് പരമേശ്വരൻ എന്ന് പറയുന്ന, പരബ്രഹ്മം എന്ന് പറയുന്ന തത്വം ഏകമേവ അദ്വിതീയം എന്ന നിലയ്ക്ക് പറയപ്പെടുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പിക്കണം ആദ്യം. പക്ഷേ നമുക്കുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏകമായ നിർഗുണമായ പരബ്രഹ്മത്തെ തന്നെ അതിന് ആരാധിച്ചോളണം എന്നൊരു നിർബന്ധമില്ല. നമ്മളുടെ ഒരു സനാതനധർമ്മത്തിലുള്ള ഒരു പ്രത്യേകത, ഈശ്വരനെ മാത്രമേ ആരാധിക്കാവൂ എന്നൊരു നിർബന്ധം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാം ജീവബ്രഹ്മ ഐക്യം മുൻനിർത്തിയല്ല ഞാൻ പറയണത്. ജീവൻ എന്ന് പറയുന്ന ജീവഭാവത്തിൽ കാണപ്പെടുന്ന എല്ലാ ചേതനന്മാരെയും നമുക്ക് പ്രാർത്ഥിക്കാനും അവരുടെ അനുഗ്രഹം വാങ്ങിക്കാനും അവരെ മുഷിപ്പിച്ച നിഗ്രഹം വാങ്ങിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? എന്ത് ജന്തു ആവട്ടെ, നമ്മളെക്കാൾ കൂടിയതോ കുറഞ്ഞതോ ഒക്കെ ആയിക്കോട്ടെ, എന്തൊരു ചേതനയെയും നമുക്ക് ഒരു ചേതനനായിരിക്കുന്ന, ചേതനൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ജീവൻ നമ്മൾ സാധാരണ ഭാഷയിൽ പറയില്ലേ, അറിവുള്ള, യന്ത്രമല്ലാത്ത, ഇതൊരു യന്ത്രമാണ്, യന്ത്രമല്ലാത്ത എന്തിനേയും അല്ലെങ്കിൽ ജഡമല്ലാത്ത എന്തിനേയും നമുക്ക് ചേതന ശക്തികളെ എല്ലാത്തിനും അതിൻ്റെ ഈശ്വരൻ്റെ ചൈതന്യം തന്നെയാണ് അതിൽ ഉള്ളത് എന്നുള്ളതും ശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. പുരാണങ്ങളിലും നമുക്കങ്ങനെ പറയുന്നത് ധാരാളം കേൾക്കാറുണ്ട്. അപ്പോൾ ഈശ്വരൻ്റെ തന്നെ സ്ഫുരണമാണ് ഓരോ ശരീരങ്ങളിലും ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും അത് ജീവഭാവത്തിൽ കണ്ടുകൊണ്ട് തന്നെ ആരാധിക്കാനുള്ള ഒരു സംസ്കാരമാണ്, ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മളുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് എന്ന് വെച്ച് അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നു, ആരാധനാ രീതികളിൽ ആയിരം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നിരിക്കലും ഈശ്വരൻ ഒന്നാണ് എന്നുള്ള ആശയത്തിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസം ശാസ്ത്രങ്ങൾക്കുമില്ല, പുരാണങ്ങൾക്കും അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പറയുന്ന രീതിയൊന്നും മാറ്റം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഒന്ന്, നിങ്ങൾക്ക് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ദേവതാവിശേഷങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഇതിനെയൊക്കെ നമ്മളിപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ പ്രതിഷ്ഠ, വേറൊരു പ്രതിഷ്ഠ, ഒരു ഗണപതിയുടെ തന്നെ 1000 പ്രതിഷ്ഠകൾ, അവിടെയും ഇവിടെയൊക്കെ പ്രതിഷ്ഠകൾ. അതായത് ഇതിനൊക്കെ വേറെ ആരാധന വേണം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഗണപതിയെ ആരാധിച്ചാൽ ഒക്കെ ഗണപതിയാണ് കഴിഞ്ഞു, അങ്ങനെയല്ല. ഇതൊക്കെ വേറെ തന്നെ ആരാധിക്കണം നമുക്ക്. അങ്ങനെ ആയിരക്കണക്കിന് ആരാധനാ പദ്ധതികൾ ഇതൊക്കെ നമുക്ക് നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ സത്യമാണോ അല്ലയോ, ഇത്തരം രൂപങ്ങൾ, പുരാണങ്ങൾ നിർദ്ദേശിക്കുന്ന ഈ രൂപങ്ങൾ ഒക്കെ സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒന്ന് പറയണം, നമുക്ക് ആദ്യം ഈ കഥകളിൽ കാണുന്നത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ചരിത്രം എന്ന രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. കഥകളിൽ കാൽപ്പനികമായിരിക്കുന്ന ഭാവങ്ങളുണ്ട്, കാൽപ്പനികമല്ലാത്ത ഭാവങ്ങളും ഉണ്ട്.
ഒരിക്കലും ഒരു ദേവത, ഒരു ഈശ്വരൻ മറ്റൊരു ഈശ്വരനോട് കലഹിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. അത് ശാസ്ത്രീയമായിട്ട് ഒരിക്കലും സമർത്ഥിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ പറയണത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ആ വാച്യാർത്ഥത്തിൽ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതങ്ങനെ പറയുന്നു അത്രയേ ഉള്ളൂ. അതിനെ ആ അംശത്തെ നമ്മൾ വെറും കഥയായിട്ട് എടുത്തോളണം. എന്ന് വെച്ചാൽ എല്ലാം കഥയാണെന്നുള്ളതല്ല. ഒരു വിഷയം പറയാം. അപ്പോൾ ഈ വേദാന്ത പ്രഭാഷണം കേൾക്കുന്ന സമയത്ത്, വേദാന്തത്തിൻ്റെ ഭാഷയിൽ പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, വേദാന്തത്തിൽ ഈ സത്യം എന്ന് പറയുന്നതിന് ഒരു തലമല്ല ഉള്ളത്. സത്യം എന്ന് പറയുമ്പോൾ അതിന് 2-3 തലങ്ങൾ വെച്ചുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രം ഈ ജഗത്തിനെ ഒക്കെ നിരൂപണം ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്നതിനെ എല്ലാത്തിനെയും, ഈ എല്ലാ പ്രതിഭാസങ്ങളെയും നിരൂപണം ചെയ്യുമ്പോൾ സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്വം എന്ന് പറയുന്നതിന് 2-3 തലങ്ങൾ, ലെവലുകൾ വെച്ചിട്ടുണ്ട്. പാരമാർത്ഥിക സത്യം, വ്യാവഹാരിക സത്യം, ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പ്രാതിഭാസിക സത്യം. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ലോകത്ത് ഈ ലോകം കാണുന്ന, നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരമാർത്ഥിക സത്യമാണ് എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ സമ്മതിക്കാൻ വയ്യ. പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് നിർഗുണ ബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാവഹാരിക സത്യം എന്ന് പറയുന്നതാണ്. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. എല്ലാവരും ഒരേപോലെ കാണുന്ന, ഇവിടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വസ്തു ഇരിക്കുന്നുണ്ട്, ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനും കാണുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇത് മൈക്കാണെന്നുള്ളതിൽ. അപ്പോൾ ഇതൊരു വ്യാവഹാരിക സത്യമായിട്ട് ഇതിനെ കണക്കാക്കണം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഈ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ഈശ്വര രൂപങ്ങളുണ്ട്. ഗണപതിയായിട്ടും വിഷ്ണുവായിട്ടും ദേവിയായിട്ടും ശിവനായിട്ടും നമ്മൾ ആരാധിക്കുന്ന ഈ ഈശ്വര രൂപങ്ങൾ, ഇത് പാരമാർത്ഥിക സത്യമല്ല എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും ന്യൂനത ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ന്യൂനതയൊന്നുമില്ല. നമുക്ക് വ്യാവഹാരിക സത്യമാണെന്ന് തെളിയിച്ചാൽ മതി. അത് തെളിയിക്കാനുള്ള ഭാരം നമുക്കുണ്ട്. അതായത് ഒന്നുകൂടി സരളമായിട്ട് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഗണപതിയുടെ ഒരു രൂപം, നമ്മൾ ആരാധിക്കുന്ന ഈ ഒരു രൂപമുണ്ടല്ലോ, ഈ രൂപം ലോകദൃഷ്ടിയിൽ പറയുന്ന ഈ സത്യം എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ കാണുന്ന മുമ്പിലുള്ള വസ്തുക്കളുടെയൊക്കെ തരത്തിൽ ഒരു സത്യമാണോ, അതോ അങ്ങനെ ഒരു രൂപം കേവലം ഇമാജിനറി ആണോ? ഇതാണ് ചോദ്യം. ഇതിനേക്കാൾ സരളമായിട്ട് പറയാൻ കഴിയില്ല. കേവലം ഇമാജിനറി എന്ന് പറഞ്ഞാലോ, അങ്ങനെ ഒരു മനസ്സിലൊരു കൽപ്പന അത്രയേ ഉള്ളുവോ, അതോ അങ്ങനെ ഒരു രൂപം വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സത്യം എന്നുള്ള തലത്തിലല്ല കേട്ടോ. ശ്രദ്ധിക്കണം, പറയണത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ലോകപ്രസിദ്ധമായിരിക്കുന്ന സത്യം എന്ന തലത്തിൽ അതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? ഇതാണ് ചോദ്യം. ഇതിന് വേദാന്തികൾ എന്ത് ഉത്തരം പറയുന്ന ചോദിക്കുന്നത്. അതിന് വേദാന്ത ശാസ്ത്രത്തിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ലോകപ്രസിദ്ധമായിരിക്കുന്ന വ്യാവഹാരിക സത്യം എന്നുള്ള തലത്തിൽ നമുക്കതിനെ നിരൂപണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ കഴിയുമെങ്കിൽ അത് കേവലം ഇമാജിനറി അല്ലാതെ, അങ്ങനെ ഒരു രൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വസ്തു എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ തന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അങ്ങനെ ഒരു രൂപം ഈ പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. നമ്മൾ വ്യാവഹാരിക സത്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നല്ലേ മറുപടി പറയാം. അങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ ചിത്രകഥയിൽ കാണുന്ന കഥാപാത്രങ്ങളുടെ അസ്തിത്വമാണോ ഉള്ളത് ചോദിച്ചാൽ അല്ല എന്നർത്ഥം. ഇപ്പോൾ വ്യക്തമാണല്ലോ. കുട്ടികളുടെ ചിത്രകഥയിൽ കാണുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളെ പോലെയാണോ നമ്മളുടെ ഈ ദേവതാരൂപങ്ങളെ നമ്മൾ കണക്കാക്കേണ്ടത്, അതോ അല്ലയോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ മറുപടി പറഞ്ഞത്. വേദാന്ത ശാസ്ത്രത്തിന് വിരോധമില്ലാത്ത ഒരു ആശയമാണ് ഈ പറയണത്. അപ്പോൾ പാരമാർത്ഥിക സത്യം ആയിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ പാരമാർത്ഥിക സത്യമായിട്ട് ഒന്ന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരേ ഒരു നിർഗുണ ബ്രഹ്മരൂപം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയാണ് ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊന്നും മാറ്റാൻ പാടില്ല. പക്ഷേ വ്യാവഹാരിക സത്യം എന്നുള്ള നിലയ്ക്ക് ആ തലത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ പറയുന്ന എല്ലാ ദേവതാഭാവങ്ങളും.
അമർചിത്ര കഥയിലത്തെ രൂപങ്ങളെ പോലെയല്ല. അങ്ങനെയാണെങ്കിൽ അത് വെറുതെയാണ്, അതുകൊണ്ട് നിഷ്ഫലമാണത്, ഒരു പ്രയോജനവും നമ്മൾക്ക് ചെയ്യില്ല. ഇങ്ങനെ ഞാൻ പറയുന്നതിന് ഒരു പ്രമാണം, അതായത് വേദാന്ത ശാസ്ത്രത്തിന് ഇത് അഭിമതമാണ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് പ്രമാണം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉപനിഷത്തിലൊരു ഭാഗത്ത് ഹിരണ്യശ്മശ്രു ഹിരണ്യകേശ ആപ്രണഘാത് സർവയേവ സുവർണ എന്നൊക്കെ പറഞ്ഞിട്ട് പരമാത്മാവിൻ്റെ ഒരു സഗുണരൂപം വർണ്ണിച്ചു. ഇതൊരു ഉദാഹരണം മാത്രം. എത്രയോ സന്ദർഭങ്ങളിൽ ഉപനിഷത്തുകളിൽ പരമാത്മാവിൻ്റെ പലതരത്തിലുള്ള ആകാരത്തോടു കൂടിയിട്ടുള്ള രൂപങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. പുരാണത്തിൽ മാത്രമൊന്നുമല്ല, വലിയ വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്തുകളിലും പരബ്രഹ്മത്തെ വർണ്ണിക്കുമ്പോൾ ഈശ്വര രൂപത്തിൽ വർണ്ണിക്കുന്ന സമയത്ത് അനേകം ആകാരവിശേഷങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇത് പാരമാർത്ഥിക സത്യമായിരിക്കുന്ന ഒന്നിനെയാണോ വർണ്ണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ വയ്യ. കാരണം അങ്ങനെയാണെങ്കിൽ അത് ഒരേ രൂപത്തിലാവണം, പല രൂപത്തിൽ വയ്യ. അപ്പോൾ പല രൂപത്തിൽ വർണ്ണിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പാരമാർത്ഥിക സത്യമല്ല എന്ന് അംഗീകരിക്കാമെങ്കിൽ പോലും അതിനെ വ്യാവഹാരിക സത്യമല്ല എന്ന് പറയേണ്ട കാര്യമില്ല. വ്യാവഹാരിക സത്യമാവുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതൊന്നും അമർചിത്ര കഥയിലത്തെ രൂപങ്ങളെ പോലെ നിങ്ങൾ കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപാസന വിഫലമാവും. അങ്ങനെ ചിന്തിക്കരുത്. സംഭവത്യേവ പരമാത്മനോപി മായാമയം രൂപം തസ്മാന്ന വിരോധ എന്ന് ഭാഷ്യകാരൻ പറയും. ആദിശങ്കരാചാര്യർ പറയും, ഭഗവാന് രൂപമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരമുണ്ടോ ചോദിച്ചാൽ എന്താ പറയുക? ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാത്തതുകൊണ്ടാണ്. ശരീരമുണ്ടോ ഇല്ലയോ, ഇല്ല എന്ന് കേൾക്കാണ്ട്, ഉണ്ട് എന്ന് കേൾക്കാണ്ട്. ഈശ്വരന് ജന്മങ്ങളുണ്ടോ? ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവച അർജുന എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ജന്മങ്ങളുണ്ട്, നിനക്കും ഉണ്ട്, എനിക്ക് അറിയാം, നിനക്ക് അറിയില്ല, അത്രയേ ഉള്ളൂ. താന്യഹം വേദ സർവാണി നത്വം വേദ. ചിലപ്പോൾ കഥകൾ പറയുമ്പോൾ ശ്രീരാമാവതാരത്തിൽ സംഭവിച്ച ചില എന്താ പറയേണ്ടത് കർമ്മഫലങ്ങൾ, ചില കർമ്മങ്ങളുടെ ഫലങ്ങൾ ശ്രീകൃഷ്ണാവതാരത്തിൽ അത് ഭഗവാനെ തേടി വന്നു എന്നൊക്കെ ചിലപ്പോൾ പ്രഭാഷകന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്, ചില വർണ്ണനകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇത് അവതാരമൂർത്തി എന്ന് പറയുന്നത് ഈശ്വരൻ്റെ രൂപമാണ്. ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ പറയുന്ന ആകാരത്തോടു കൂടി സാക്ഷാത്കരിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ ആകാരമില്ലാണ്ട് സാക്ഷാത്കരിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? അത് രണ്ട് തരത്തിലും പുരാണങ്ങളിൽ കാണുന്നുണ്ട്. ഈ ആകാരത്തോടു കൂടി സാക്ഷാത്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എത്രയോ കഥകളിൽ എങ്ങനെയാണോ ഭഗവാനെ ഉപാസിച്ചത് അങ്ങനെ സാക്ഷാത്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഭഗവാനെ സാക്ഷാത്കരിക്കുന്ന സമയത്ത് ആ ഭക്തൻ കാണുന്ന ആ രൂപം ഉണ്ടല്ലോ അല്ലേ, ആ രൂപം സാക്ഷാത്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാക്ഷാത്കരിക്കാൻ യോഗ്യമായിരിക്കുന്ന ഒരു രൂപമാണ്, സാക്ഷാത്കരിക്കാൻ പറ്റുന്ന തരത്തിലൊരു രൂപമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യാവഹാരിക സത്യം എന്നുള്ള തലത്തിൽ അതിനെ ഉൾപ്പെടുത്തിയേ മതിയാവൂ. അല്ലാണ്ട് നിങ്ങൾ കുട്ടികളുടെ കഥകളിലുള്ള രൂപങ്ങളാണെങ്കിൽ അതിനെ ഉപാസിച്ച് സാക്ഷാത്കരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്തേ പറഞ്ഞുള്ളൂ ഭഗവത്പാദ സ്വാമികൾ, ആചാര്യസ്വാമികൾ എന്തേ പറഞ്ഞുള്ളൂ, ഇത് മായാമയമാണ് എന്ന് അംഗീകരിച്ചോളണം, അത്രേ വേണ്ടൂ. വേറെ യാതൊരു ഭാരവും നമുക്കില്ല. കർമ്മഫലം കൊണ്ടാണോ വന്നത് എന്നാണെങ്കിൽ ഒരു ശരീരം ഉണ്ടെങ്കിൽ ഇത് കർമ്മഫലം കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് പറയാൻ വയ്യ. പക്ഷേ അവനവൻ്റെ കർമ്മഫലം കൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ. ശ്രദ്ധിക്കണം, അവനവൻ്റെ കർമ്മഫലം കൊണ്ട് ശരീരം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനല്ല, ഇത് രണ്ടും കൂടി ഒന്നിച്ചു ചേരില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമൂർത്തിയായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ കർമ്മഫലം കൊണ്ട് ശരീരം വന്നിരിക്കില്ല. നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ തന്നെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി വന്നു ചേർന്നിട്ടുള്ള ശരീരമാണ്. ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് കൂട്ടി വിളിക്കാൻ പാടില്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ തന്നെ പൂർവ്വജന്മങ്ങളിലുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി വന്നു ചേർന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ഭഗവാനല്ല. അപ്പോൾ അവതാരം എന്നുള്ള ആശയം വിട്ടുപോകും. അവതാരം എന്ന് പറഞ്ഞാൽ എന്താ? അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ തന്നെ മായാമയമായിട്ടുള്ള ശരീരം സ്വീകരിക്കുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇത് പുരാണങ്ങളിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആരുടെ കർമ്മഫലമാണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശരീരം എടുത്തുകൊണ്ട് നിഗ്രഹമോ അനുഗ്രഹമോ ചെയ്യേണ്ടതായിട്ടുള്ള എത്ര ജീവരാശികളുണ്ടോ
അവരുടെ എല്ലാവരുടെയും കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ആ ശരീരം സംഭവിച്ചത്. പറയുന്നത് വ്യക്തമാവേണ്ടത് വിചാരിക്കണു. ഗോപികമാർ പോലെയുള്ള ഭക്തവൃന്ദം, ശിശുപാലാദികളെ പോലെയുള്ള വിദ്വേഷി വൃന്ദം, അങ്ങനെയുണ്ടല്ലോ, നിഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ അവതാര ലീലകൾക്കും വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന എല്ലാ പ്രാണികളുടെയും എല്ലാ ജീവരാശികളുടെയും കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഈശ്വരൻ തന്നെ രൂപം സ്വീകരിക്കുന്നു എന്ന ആശയത്തിൽ തന്നെയാണ് അവതാരം എന്ന് പറയുന്നത്. അവതാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ഇതുതന്നെയാണ് അതിന് ആശയം. ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ കേമത്വം കൊണ്ട് ഈശ്വരനായി മാറുന്നു, അങ്ങനെയൊന്നുമില്ല. ഈശ്വരനായി മാറുക എന്ന് പറഞ്ഞാൽ തത്വമസി എന്ന് പറഞ്ഞാൽ ഇതല്ല അർത്ഥം. അത് ഞാൻ പിന്നെ പറയാം, അതിലേക്കിപ്പോൾ കിടക്കുന്നില്ല. മനുഷ്യൻ ഈശ്വരനായി മാറുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ആശയമാണുള്ളത്. സാധാരണ ജനിച്ച ഒരു ബാലൻ, നമ്മുടെ പോലെ ജനിച്ച ഒരു ബാലൻ തൻ്റെ മഹിമ കൊണ്ട് ഈശ്വരനായി മാറി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവതാരമൂർത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അർത്ഥം വരില്ല. ഒരു മഹാനായ മനുഷ്യൻ എന്നായിട്ട് വരും. അങ്ങനെയല്ല, ഒന്നും ഭ്രമിക്കേണ്ട കാര്യമില്ല. വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പലതരത്തിലുള്ള തലതിരിച്ചിൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയില്ല, ഒരു വേദാന്ത ശാസ്ത്രത്തിലും അങ്ങനെ പറയണില്ല. പുരാണങ്ങൾ എങ്ങനെയാണോ അതിനെ വർണ്ണിക്കുന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോഴേ അത് ഭഗവാന്റെ ലീലയായിട്ട് നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിമർശനങ്ങൾ വേറെ തരത്തിലേക്ക് വരും. അപ്പോൾ അത് വരാതെ കണ്ടിരിക്കണമെങ്കിൽ അവതാരം എന്ന് പറയുന്ന ആശയത്തെ അവതാരമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ അത് സംഭവിക്കാത്ത കെട്ടുകഥയായിട്ട് എടുക്കരുത്, അത് സംഭവിച്ചിട്ടുള്ള കഥ തന്നെയാണ്. അതിൻ്റെ വർണ്ണനാ സമയത്ത് പുരാണത്തിൽ തീർച്ചയായിട്ടും അവരെ കവികൾ കൂടി ആയതുകൊണ്ട്, ഋഷിമാർ കവികൾ കൂടി ആയതുകൊണ്ട് കാൽപ്പനികമായ അംശങ്ങളതിൽ ചേർക്കും എന്നുള്ള സത്യമാണ്. എന്ന് വെച്ചാൽ മൂലചരിത്രമുണ്ടല്ലോ, അത് മുഴുവൻ കെട്ടുകഥയാണെന്ന് ധരിക്കരുത്. അതൊക്കെ ആധുനികന്മാരുടെ ചരിത്ര ഗവേഷണം തലതിരിഞ്ഞ് പോയത് കൊണ്ട് തോന്നുന്നതാണ്. അങ്ങനെയില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പലതും ലോകത്തുണ്ട്. സാധാരണ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളുടെ ചിന്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അവതാരമൂർത്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ തൻ്റെ മായ കൊണ്ട് ഇത്രയും പ്രപഞ്ചങ്ങളെ പരിപാലിച്ച് നിർത്താൻ സാധിക്കുന്നു, സൃഷ്ടിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, പുരാണത്തിൻ്റെ ഭാഷയിൽ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തലയിൽ നിൽക്കില്ല, അല്ലെങ്കിൽ കഥയായിട്ട് അതിനെ ഉൾക്കൊള്ളാനേ കഴിയുള്ളൂ. കഥയല്ലാതെ തന്നെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള നിരൂപണ പദ്ധതിയുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒന്നും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ സകല പരിണാമങ്ങൾക്കും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊന്നും അങ്ങോട്ട് ഉണ്ടാക്കുന്നതല്ല, ഉള്ളതിനെ മറ്റൊരു രൂപത്തിൽ പരിണമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനാദിയാണ്. അതിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകസ്മികമായിട്ട് അങ്ങനെയാണ് നിർമ്മിച്ചങ്ങോട്ട് മുമ്പിലേക്ക് വെക്കുക എന്നർത്ഥമൊന്നുമില്ല. ഉള്ളതിനെ മറ്റൊരു രൂപത്തിൽ പരിണമിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പരിണാമത്തെ നിയന്ത്രിക്കുന്ന, സകല പരിണാമങ്ങളെയും നിയന്ത്രിക്കുന്ന ചേതനനായിരിക്കുന്ന ഒരു സർവജ്ഞനായിരിക്കുന്ന ആളെയാണ്, ആ ഒരു പരമശക്തിയെയാണ് നമ്മൾ ആത്യന്തികമായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞാൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ഈശ്വരൻ എന്ന് വിളിക്കണം, സംശയമില്ല. ഈ ഈശ്വരൻ തൻ്റെ മായ കൊണ്ടാണ് ഈ പറയുന്ന സകല പ്രപഞ്ചത്തിനെയും നിയമിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ, തൻ്റെ മായ കൊണ്ട് തന്നെ ഭക്താനുഗ്രഹത്തിന് വേണ്ടി, ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനോ നിഗ്രഹിക്കുന്നതിനോ വേണ്ടി, അതും ഒരു ജഗത് പരിപാലനത്തിൻ്റെ ഭാഗമാണ്, അതിനുവേണ്ടി ഒരു രൂപത്തെ നമുക്ക് മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നു. ആ രൂപം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് അവതാര ലീലകൾ ആടുന്നതായിട്ട് വർണ്ണിക്കുമ്പോൾ മാത്രമേ നമുക്കതിൽ ഭക്തി വരുള്ളൂ, അല്ലെങ്കിൽ ഭക്തി വരില്ല. ചതുർബാഹുവായിട്ട് വൈകുണ്ഠത്തിൽ വിഷ്ണു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്തി വരില്ല. നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊത്ത് ഈ ലോകത്ത് പെരുമാറുന്ന ഒരു ആളായിട്ട് ആ ഭഗവാനെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഭക്തി എന്ന് പറയുന്ന ഭാവം വരുള്ളൂ. അതിൽ ആ വൈകാരികത വരണം. ആ വൈകാരികത വരണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പുരാണങ്ങൾ ആ ഭാഷയിൽ അതിനെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ അവതാര ലീലകൾ എന്ന് കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണോ ആ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഭഗവാനെ സാക്ഷാത്കരിക്കുകയല്ല, ആ ശരീരത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഭഗവാന്റെ ഒരു ശരീരം അത്രയേ ഉള്ളൂ, നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ഒരു ശരീരം. അതിന് ശരീരം എന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ തന്നെ വയ്യ. മാനുഷീം തനുമാശ്രിതം അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. ഗീതയിൽ പറയണത്, എന്നെ കേവലം ഒരു മനുഷ്യൻ്റെ ശരീരത്തെ പോലെ ശരീരമുള്ളവനായിട്ട്
എന്നെ മനസ്സിലാക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവർ മൂഢന്മാരാണ് എന്ന് പറയുമ്പോൾ ശരീരമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ശരീരം പോലെയുള്ള ശരീരമല്ല എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് വേണം മനസ്സിലാക്കാൻ? എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ശരീരത്തെ മനസ്സിലാക്കുന്നത്, അതേപോലെ തന്നെ ഈ പറഞ്ഞ സകല ദേവതാരൂപങ്ങളുടെയും ഭാവത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു അവതാരം തന്നെയാണ്. അത് ഗണപതി ആയിക്കഴിഞ്ഞാലും ശരി, സുബ്രഹ്മണ്യനായിക്കഴിഞ്ഞാലും ശരി, ഭദ്രകാളി ആയിക്കഴിഞ്ഞാലും ശരി, എല്ലാം തന്നെ ഒരു തരത്തിലുള്ള അവതാരങ്ങൾ തന്നെയാണ്. ഒരു ഫോർമേഷൻ എന്ന് വയ്ക്കാം. അങ്ങനെ ഒരു രൂപം, മായാമയമായ ഒരു രൂപം നമ്മളുടെ ബാഹ്യചക്ഷുസ്സിന് വേദ്യമല്ലാത്ത തരത്തിൽ ഈ പ്രപഞ്ചത്തിനകത്ത് സത്യമായിട്ട് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ, ഇന്ന ഇന്ന രൂപത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന ഫലം. വാസ്തവത്തിൽ ഉപാസിക്കുന്നത് സാക്ഷാൽ ഈശ്വരനെ തന്നെയാണ്. സകല ജഗന്നിയന്താവായിരിക്കുന്ന ഒരേ ഈശ്വരനെ തന്നെ ഒരേ ഈശ്വരൻ തൻ്റെ പല പല രൂപങ്ങളെ നമുക്ക് വേണ്ടി ആരാധിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല. ഇപ്പോൾ ഈ ചിത്രകഥയിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? സൃഷ്ടിച്ചിട്ടില്ല ഒന്നും, കവി കൽപ്പിച്ചിട്ടേ ഉള്ളൂ. ആ കഥ എഴുതുന്ന ആൾ ഇങ്ങനെ ഒരു കുരഞ്ഞൻ്റെ രൂപത്തിൽ ഒന്നിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇതല്ല, ഇതങ്ങനെയല്ല. ഇത് ഭഗവാൻ തന്നെ സൃഷ്ടിച്ച് നമുക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി സൂക്ഷ്മരൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു രൂപമാണ്. അതിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പുരാണങ്ങളിൽ വായിക്കുമ്പോൾ അതിൽ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നാളുടെ ശിവൻ്റെ മകൻ, ശ്രീപാർവതിയുടെ മകൻ, അച്ഛൻ, മകൻ, അമ്മാവൻ, ഇങ്ങനെയുള്ള നമ്മളുടെ ഇടയിലുള്ള എല്ലാ ബന്ധങ്ങളും ഈ ഈശ്വര രൂപങ്ങളുടെ ഇടയ്ക്കും കാണാം. എന്തിനാ അങ്ങനെയൊക്കെ പറയണത് എന്നാണെങ്കിൽ, അങ്ങനെ പുരാണം വർണ്ണിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാത് ദേവതകളെ ആ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് ഉപാസിക്കണം എന്ന് കാണിക്കാൻ തന്നെയാണ്. ആ ദേവതയുടെ മാഹാത്മ്യം അങ്ങനെയാണ്. ആ ദേവതയെ നമ്മളുടെ സെൻറ്റിമെൻറ്റ്സൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇതിൽ ബാക്കിയൊക്കെ കഥകളാണ്. ബാക്കിയൊക്കെ മാഹാത്മ്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി പറയപ്പെടുന്ന കഥകളാണ്. അതിൽ കാൽപ്പനിക ഭാവവും ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. കഴിഞ്ഞു വന്നാൽ നമ്മൾ അതിന് എടുക്കേണ്ടത് എന്തേ ഉള്ളൂ? എങ്ങനെയാണോ കഥകളിലൂടെ അതാത് ദേവതകളുടെ രൂപം വർണ്ണിക്കപ്പെടുന്നത്, ഏതെല്ലാം ഗുണഗണങ്ങളാണോ അതുമായി ബന്ധപ്പെട്ട് വർണ്ണിക്കപ്പെടുന്നത്, അതാത് രൂപങ്ങളിൽ അതാത് ദേവതകളെ ചിന്തിച്ച് ഉപാസിക്കേണ്ടതാകുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാത് ദേവതകളെ ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞു വന്നാൽ ഉപാസിക്കപ്പെടുന്നത് പലതരം ഉപാസനകളുണ്ടെങ്കിലും ഉപാസിക്കപ്പെടുന്നത് ഒരേ പരമേശ്വരൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ എന്തേ ഉള്ളൂ, ഇത് മനസ്സിലാക്കാൻ വിഷമമില്ല എന്ന് തോന്നുന്നു. ഒരേ ഈശ്വരന് പല രൂപങ്ങൾ സത്യമായിട്ടുണ്ട്, കെട്ടുകഥയല്ല, സത്യമായിട്ടുണ്ട് രൂപങ്ങൾ. ഈ രൂപങ്ങൾ നമ്മളുടെ ബാഹ്യമായ ചക്ഷുസ്സിന് വേദ്യമല്ല. ഇത് തന്നെയാണ് ആശയം. അപ്പോൾ അതുകൊണ്ട് മിത്താണോ ചോദിച്ചാൽ മിത്തല്ല എന്ന് തന്നെ പറയണം. മിത്ത് നമ്മൾ ലോകത്ത് സാധാരണ ഭാഷയിൽ പറയുക, ഈ പറഞ്ഞ പോലെ കെട്ടുകഥയിൽ ഉള്ള അല്ലെങ്കിൽ കുട്ടികളുടെ ചിത്രകഥയിലുള്ള രൂപങ്ങളെയാണ് മിത്ത് എന്ന് പറയുക. അങ്ങനെയല്ല, അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ അതിനെ കാണണം, കണ്ടുകൊണ്ട് അതിനെ ഉപാസിച്ചു കൊള്ളണം എന്നുള്ള ഒരു വിധാനമാണ് നമ്മളുടെ ഈ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ദേവതാവിശേഷങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ എത്രയെത്ര രൂപങ്ങൾ ഉപാസിക്കപ്പെടുന്നുണ്ടോ അത്ര ഭാവഭേദങ്ങൾ അതിനുണ്ടായിക്കോട്ടെ. രുചി വൈചിത്ര്യം, നമ്മളുടെ ഉപാസകന്മാരുടെ, ഭക്തന്മാരുടെ എന്താ പറയേണ്ടത്, രുചി വൈചിത്ര്യം എന്ന് പറയില്ലേ? ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടം. ഏതിനോടാണോ ഇഷ്ടം നിങ്ങൾ ആ രൂപത്തിൽ അതിനെ ഉപാസിച്ചു കൊള്ളുവിൻ. ഇതാണ് ശാസ്ത്രഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ പുരാണങ്ങളുടെ അടക്കം ആശയം ഇതാണ്. അപ്പോൾ അതിൽ വിഷമമില്ല. വാസ്തവം പറഞ്ഞാൽ ഈശ്വരനെ ഇന്ന തരത്തിലേ ഉപാസിക്കാവൂ എന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെയുണ്ട്. നമ്മളുടെ മുമ്പിലിരിക്കണ എന്തെങ്കിലും ഒരു വസ്തു, ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കുടം എന്ന് വയ്ക്കുക, ആ കുടത്തിൻ്റെ രൂപത്തിൽ ഈശ്വരനെ ഉപാസിക്കാൻ പാടുമോ എന്നൊരാൾ ഒരു 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 കുതർക്കം ചോദിച്ചാൽ എന്താ പറയുക? വിരോധമൊന്നുമില്ല, പാടില്ല എന്നും പറയാൻ പാടില്ല. ഈശ്വരനെ ഉപാസിക്കുന്നതിന് ഈ പറയുന്ന പുരാണത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന രൂപങ്ങൾ മാത്രമേ എടുക്കാവൂ എന്നൊന്നുമില്ല. എല്ലാം ഈശ്വരൻ്റെ ഈശ്വരോപാസനത്തിന് ഉപാധികളായിട്ട് നമുക്ക് കണക്കാക്കുന്നതിൽ യാതൊരു തെറ്റും വിരോധവും ഇല്ല. പക്ഷേ
പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മളുടെ അനാദി സമ്പ്രദായത്തിൽ ഉപാസിച്ചു പോരുന്ന ചില രൂപങ്ങളുണ്ട്. അതുതന്നെ കോടിക്കണക്കിനുണ്ട്. എന്നിരിക്കെ അതെല്ലാം വിട്ട് എന്തെങ്കിലും ഒരു വസ്തുവിനെ ഈശ്വരൻ്റെ രൂപത്തിൽ കണ്ട് ഉപാസിക്കേണ്ട ഒരു കാര്യം എന്താ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ട് അതൊരു കുതർക്കമാണ്. ഇതിനെ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന ഇതിനെയാണ് ഉപാസിക്കുന്നത്, വേറൊന്നിനെ ഉപാസിക്കില്ല. അതൊക്കെ വെറുതെ കുതർക്കമാണ്. ജനങ്ങൾക്ക് ഈശ്വരഭക്തനാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അപകർഷതാബോധം പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രകൃതിയിലാണ് വിശ്വസിക്കുന്നതെന്ന് ചിലർ പറയും. കേട്ടുണ്ടോ? ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല, പ്രകൃതിയിലാണ് വിശ്വസിക്കുന്നത്. നമ്മളുടെയൊക്കെ ആത്മാർത്ഥമായ പരിശ്രമമുണ്ടെങ്കിൽ ഈ പ്രകൃതി തന്നെ നമുക്കത് കനിഞ്ഞു തരും എന്നൊക്കെ പറയും. ഈ പറച്ചിലിന് ഒരർത്ഥമില്ല. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഡമായിട്ട് കാണുന്ന ഈ വസ്തുക്കളെയാണോ പ്രകൃതി എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ജഡമായ വസ്തുവിന് നിങ്ങൾ എന്താ ചെയ്യണതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് ചെയ്യണതെന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മളെപ്പോലെ ഒരു ചേതന ശക്തിയായിരിക്കണത്. നിങ്ങളുടെ ഇച്ഛയ്ക്കും പ്രവർത്തനത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ഫലം തരണമെങ്കിൽ ഒരിക്കലും ഒരു ജഡപ്രകൃതിക്ക് അത് കഴിയില്ല. അപ്പോൾ പ്രകൃതിയെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാലും ശബ്ദം മാറ്റി പറയാത്രേ ഉള്ളൂ. ചിലർക്ക് അങ്ങനെ ഉണ്ട്. ഈ ശബ്ദം ഒന്ന് മാറ്റി പറഞ്ഞാൽ ഞാനെന്തോ ഒരു പുതിയ ഒരു വീക്ഷണം അവതരിപ്പിച്ചു എന്നൊരു തോന്നൽ വരും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ ശബ്ദം മാറ്റി പറയേണ്ട അർത്ഥമൊന്നുമില്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്ത് പേരിട്ട് പറഞ്ഞാലും നമ്മളെ നിയന്ത്രിക്കുന്ന അചിന്ത്യമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ കീഴിലാണ് സകല പ്രപഞ്ചവും നടക്കുന്നത്. ആ ശക്തി നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഈ 2-3 കാര്യങ്ങൾ ഉൾപ്പെടുത്തി തന്നെ അത് സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് അചേതനമായിരിക്കുന്ന ഒന്നിനെ ഈശ്വരനായിട്ട് കണക്കാക്കുന്നതിന് അർത്ഥമില്ല. അപ്പോൾ ചേതനമായിരിക്കുന്ന ആ ശക്തിയെ തന്നെ നമ്മൾ ചേതനശക്തിയായിട്ട് നമ്മളെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരു ശക്തിയായിട്ട് എന്ത് ദേവതയെയും കാണുമ്പോൾ അങ്ങനെ കണ്ടാൽ തന്നെ മതിയാവൂ, കാണുക തന്നെ വേണം. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ എത്രയോ സമ്പ്രദായങ്ങൾ നമ്മളുടെ ആരുഷമായ പാരമ്പര്യത്തിൽ തുടങ്ങി അനാദിയായിട്ട് നമ്മളുടെ മുമ്പിൽ ഈശ്വരോപാസനാ സമ്പ്രദായങ്ങളുണ്ട്. അതാത് സമ്പ്രദായങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്ന ഈശ്വരൻ്റെ അനന്തരൂപങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതാത് രൂപത്തിൽ അതാത് വിധാനത്തിനനുസരിച്ചുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കുന്ന പക്ഷം അതിന് തീർച്ചയായിട്ടും ഫലം അധികമുണ്ട്. അത് കൂടുതൽ ശ്രേയസ്കരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഒരു മന്ത്രം ചെല്ലണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മന്ത്രം ഞാൻ അങ്ങോട്ട് എഴുതിയുണ്ടാക്കി അതങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. എന്നുവെച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു മന്ത്രം എഴുതാൻ അത്രയല്ലേ വിഷമമുള്ളൂ. അറിയുന്ന ഭാഷയിൽ ഒരു മന്ത്രം അങ്ങോട്ട് എഴുതി അതങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. അതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ സമ്പ്രദായ പരമ്പരയിൽ വന്നിരിക്കുന്ന എത്രയോ പുണ്യനാമങ്ങളുണ്ട്. നമശിവായ, നാരായണ, രാമരാമ എന്നിങ്ങനെ അസംഖ്യം നാമങ്ങൾ നമ്മളുടെ സമ്പ്രദായ പരമ്പരയിൽ ആരുഷ പൈതൃകത്തിൽ അനാദികാലം മുതൽക്ക് ഉപാസിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കെ ഞാനായിട്ട് പുതിയൊരു ശബ്ദം സൃഷ്ടിച്ച് ഈ ശബ്ദമാണ് ഞാൻ ഉപയോഗപ്പെടുത്തുക പറഞ്ഞാൽ എന്താ കുഴപ്പം ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു ദുരഭിമാനമാണ്. ഒരു ദുരഭിമാനത്തിൻ്റെ ഭാഗമാണ്. ആ ദുരഭിമാനം ഭഗവാൻ ചോദ്യം ചെയ്യും. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പ് വേണം. ഒരു 1-2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പലതും പറയാം. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം പറയുക ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ആർക്കാ എന്താ സംശയം എന്നറിയില്ല, അനുസരിച്ച് വേണമല്ലോ മറുപടി പറയാൻ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ചിലതിങ്ങനെ പറയാത്രേ നിർത്തിയുള്ളൂ. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഈശ്വരനെ ആരാധിക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങനൊരു ചോദ്യം പ്രസക്തമാണ്. ശരി, ഈശ്വരനെ ആരാധിക്കേണ്ട കാര്യം എന്താ? അതായത് ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത്രയും ഞാൻ അംഗീകരിക്കാം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഈ ശക്തി എന്താണ് ചെയ്യണത്? ഈ ശക്തി നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് ഫലം തരികയാണ് ചെയ്യണത്. അല്ലെങ്കിൽ പക്ഷപാതമുണ്ടെന്ന് വരും, ഇല്ലേ? സ്വയം തന്നെ ഈശ്വരൻ ചില തീരുമാനിക്കണു, നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കണു. അപ്പോൾ എൻ്റെ ഈശ്വരൻ തന്നെ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ അബദ്ധത്തിൽ ചാടിക്കഴിഞ്ഞാൽ നമ്മളെ നിഗ്രഹിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ പക്ഷപാതിയാണെന്ന് വരും. തന്നെ സ്തുതിക്കുന്ന ആൾക്കാരെയൊക്കെ കൂടുതൽ അനുഗ്രഹിക്കണു,
തന്നെ സ്തുതിക്കാത്തവരെ അത്ര കണ്ട് അനുഗ്രഹിക്കണില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷപാതിയാണെന്ന് വരില്ലേ? അപ്പോൾ പക്ഷപാതിയായിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അത് ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തിന് അത് അത്ര യോജിക്കില്ല. അങ്ങനെയല്ലേ തോന്നുക? സത്യം പറഞ്ഞാൽ, ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ, ഭക്തന്മാർ ഈ പക്ഷപാതിയായിട്ടുള്ള ഈശ്വരനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈശ്വരൻ ഒട്ടും പക്ഷപാതിയല്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഭക്തി കുറയും. ആണോ അല്ലയോ? കാരണം ഞാൻ ചണ്ഡിത്തങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവും, അത് കണ്ടില്ല എന്നടിക്കണേന്നാണല്ലോ നമ്മളുടെ മോഹം. അത് കണ്ടില്ല എന്നടിക്കണേ, കണ്ടു എന്നടിക്കരുതേ എന്നാണല്ലോ പ്രാർത്ഥിക്കണത് പൊതുവേ. അപ്പോൾ ഞാൻ ഇതാ സ്തുതിക്കണേ, എൻ്റെ സ്തുതി സ്വീകരിച്ചു കൊണ്ട് പ്രസാദിക്കണേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഭാവന എങ്ങനെയാണ്? നമ്മൾ ഈ സ്തുതിച്ച് പ്രസാദിക്കപ്പെടുന്ന, നമ്മളുടെ സ്തുതിക്കനുസരിച്ച് പ്രസാദിക്കുന്ന ഈശ്വരനെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷപാതിയായ ഈശ്വരനെ അല്ലേ നമ്മളുടെ ഭാവനയിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം ഉണ്ട്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാൻ വയ്യല്ലോ. പക്ഷപാതിയായിട്ട് ആണെങ്കിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഈശ്വരനും തൻ്റേതായിട്ടുള്ള ചില രാഗദ്വേഷങ്ങളും ഒക്കെ ഉണ്ടെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരൻ എന്ന് തന്നെ പറയാൻ വയ്യാതെയാവും. നമ്മളെക്കാൾ കുറച്ച് മെച്ചപ്പെട്ട ഒരു ശക്തി എന്ന് മാത്രമായിത്തീരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഈശ്വരൻ ഈ ജഗത്തിനെ വളരെ സന്തുലിതമായിട്ട് നിയന്ത്രിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ജഗത്തിനെ ഇത്രയും സന്തുലിതമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് അതെങ്കിൽ ഒരു തരത്തിലും അതിന് പക്ഷപാതം ഉണ്ടായിക്കൂടാ. ആ ശക്തിക്ക് പക്ഷപാതം എന്ന് പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അപ്പോൾ പക്ഷപാതമില്ലാത്തൊരു ഈശ്വരനെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് വിഭാവനം ചെയ്യേണ്ടതെങ്കിൽ ആ ഈശ്വരൻ എന്തേ ചെയ്യാവൂ? കർമ്മം ഫലം എന്താണോ ഇയാളുടെ കർമ്മം ഫലം കൊടുക്കുക, ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിച്ച് തന്നെ മതിയാവുള്ളൂ, അനുഭവിച്ചേ തന്നെ കൂടുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഈ ലോകത്തിനകത്ത്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പം എന്താ ഈ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം? അപ്പോൾ ഈ വിധിച്ചത് മുഴുവൻ ചെയ്യും വേണം, അതിന് പുറമെ പ്രാർത്ഥിക്കും വേണം എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയാണോ? വിധിച്ചത് മുഴുവൻ ചെയ്യും വേണം, ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തതൊക്കെ കണ്ട് എനിക്ക് ഫലം തരണേ എന്ന് പ്രാർത്ഥിക്കും വേണം എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയാണോ എന്നൊരു ചോദ്യം. ആദ്യം ഒന്ന് മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതൊരു തകരാറല്ല. അതാദ്യം മനസ്സിലാക്കണം. പ്രാർത്ഥിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ കർമ്മങ്ങൾക്ക് ഫലം തരണേ എന്നൊരു പ്രാർത്ഥന മുന്നോട്ട് വെച്ചോളണം എന്നൊരു അനുശാസനം നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ല. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് വിരോധമുണ്ടോ? വിരോധവുമില്ല. അപ്പോൾ ഈ പ്രാർത്ഥിക്കണതിൻ്റെ പ്രയോജനം എന്താ? എന്തായാലും കർമ്മങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കുക തന്നെ വേണമെങ്കിൽ പ്രാർത്ഥിക്കണതിൻ്റെ പ്രയോജനം എന്താ? പ്രാർത്ഥിച്ചാലും അനുഭവിക്കണം, പ്രാർത്ഥിച്ചില്ലെങ്കിലും അനുഭവിക്കണം. പിന്നെ അനുഭവിച്ച് കളയാം, ഇത്രയല്ലേ വേണ്ടൂ. അപ്പോൾ ഇതിന് മറുപടി പറയുമ്പോൾ സാധാരണമായിട്ട് നമ്മൾ കേൾക്കാറുള്ള 1-2 മറുപടികളുണ്ട്. അതിന് കുറേ പ്രയോജനങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളും നമുക്ക് സാധാരണ നിലയ്ക്ക് പറയാം. ഒന്ന്, ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആ ഈശ്വരൻ നമ്മളെ രക്ഷിക്കുമെന്നൊരു വിശ്വാസം വരുന്നു. ഈ വിശ്വാസം കൊണ്ട് നമുക്ക് ഒരു മനഃശക്തി കിട്ടുന്നു. അതുകൊണ്ട് എന്ത് കഷ്ടകാലം വന്നു കഴിഞ്ഞാലും ആ കഷ്ടകാലത്തെ അതിജീവിക്കാനുള്ള ഒരു മനഃശക്തി കിട്ടുന്നു. അതാണ് പ്രാർത്ഥിക്കണതിൻ്റെ ഫലം എന്ന് പറയുന്ന ഒരു മറുപടി പറയുന്ന ഒരു രീതിയുണ്ട്. ഇത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മറുപടി പോരാ. ഇപ്പോൾ ഈ പറഞ്ഞ മറുപടി ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു മറുപടിയാണ്. ഇങ്ങനെ ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള മറുപടി പറഞ്ഞ് രക്ഷപ്പെടുന്നവരെയാണ് നമ്മളുടെ ഭൂരിപക്ഷവും നമ്മുടെ സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നവരുടെ ഇടയ്ക്ക് കാണുന്നത്. അത് പോരാ. ഈ പറയുന്ന മനഃശാസ്ത്രപരമായ പ്രയോജനം ഞാൻ തിരസ്കരിക്കുകയല്ല, അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വിശ്വാസം, വാസ്തവത്തിൽ വിശ്വസിക്കുക അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണമെന്നാണെങ്കിൽ പിന്നെ ഇപ്പം എന്തായി വിശ്വസിച്ചിട്ട് കാര്യം? എന്തായി വിശ്വസിക്കണത്? നോക്കൂ, ദുഷ്ടമായ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം എങ്കിൽ പിന്നെ എന്തായി വിശ്വസിച്ചിട്ട് കാര്യം? ഈശ്വരൻ രക്ഷിക്കുന്ന എന്തടിസ്ഥാനത്തിലായി വിശ്വസിക്കുന്നത്? ആ വിശ്വാസം തന്നെ വ്യർത്ഥമല്ലേ? പിന്നെ എങ്ങനെ ഈ മനഃശക്തി വരണം? ഒന്നുമില്ല, ഈശ്വര വിചാരം കൊണ്ട് മനസ്സിനൊരു പ്ലസൻ്റായിട്ടുള്ളൊരു മൂഡ്, ഒരു പ്രസന്നഭാവം വരുന്നു. അതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മളെങ്ങനെയോ
അതിനെ അത്ര കണ്ട് മനസ്സിലേക്ക് വല്ലാണ്ട് ആവേശിക്കാതെ അതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ എന്താ പറയേണ്ടതെന്നാണെങ്കിൽ, ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കർമ്മഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതൽക്കേ ചെയ്തിരിക്കുന്ന, ഈ ജന്മത്തിലോ ഇതിന് മുമ്പത്തെ ജന്മങ്ങളിലോ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ എല്ലാത്തിൻ്റെയും ഫലം എന്താണോ അതിനനുസരിച്ച് കർമ്മശാസ്ത്രം, അതായത് ധർമ്മശാസ്ത്രം എങ്ങനെയാണോ ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്നിങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്, അത് അതേപോലെ തന്നെ അനുഭവിച്ചേ തീരൂ എന്നൊരു വ്യവസ്ഥ ഈ ലോകത്തിനകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കണം. പറഞ്ഞു മനസ്സിലായില്ല? കർമ്മങ്ങളുടെ എല്ലാത്തിൻ്റെയും ഫലം അതേപോലെ അനുഭവിക്കപ്പെടുന്നു എന്നൊരു സംഗതി ഇല്ല. ജഗത്തിൻ്റെ നിയാമകനായിട്ടുള്ള ഈശ്വരൻ കർമാനുസാരേണ ഈ നമ്മളുടെ ജീവിതങ്ങളെ, ജീവന്മാരുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വരയ്ക്ക ഒരു കമ്പ്യൂട്ടർ വാല്യുവേഷൻ പോലെ, ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് വരുന്നത് എന്ന പോലെ, അല്ലെങ്കിൽ ഒരു നിയമം, ആ നിയമത്തിനനുസരിച്ച് അങ്ങനെ ഇന്ന കർമ്മം ഇന്ന ഫലം, ഇന്ന കർമ്മം ഇന്ന ഫലം, ഇങ്ങനെയല്ല. ഇങ്ങനെ ഒരു ഏകമുഖമായിട്ടുള്ള ഒരു ഒന്നല്ല ഈ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. നോക്കൂ, എന്തു തന്നെ ധർമ്മമാവട്ടെ, ധർമ്മം എന്ന് പറയുന്നത് ലോകത്തെ നല്ല കാര്യങ്ങളെന്ന് പറയാം, വലിയ തത്വചിന്തയൊന്നും വേണ്ട. ലോകത്തെ നല്ല കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിളിക്കപ്പെടുന്ന എന്ത് കർമ്മമാവട്ടെ, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് വിളിക്കപ്പെടുന്ന എന്ത് കർമ്മമാവട്ടെ, ഇതിന് രണ്ടിനും നമ്മൾ ധരിക്കുന്നത് പോലെ ഒരേ ഒരു മുഖമല്ല ഉള്ളത്. ഒരാളൊരു നല്ല കാര്യമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ചെയ്തു എന്ന് വയ്ക്കുക. ഒരു ദൃഷ്ടിയിൽ അത് നല്ല കാര്യമാവും, മറ്റൊരു ദൃഷ്ടിയിൽ ചീത്ത കാര്യമാവും. അതിൻ്റെ പിന്നിലുള്ള ഭാവന എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ രണ്ട് കൊടുക്കാൻ തോന്നും. ഇതൊക്കെ ലോകത്ത് കാണാം. പ്രത്യക്ഷത്തിലൊരു നല്ല കാര്യമാണ്, ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ദുഷ്ടമായ ലക്ഷ്യങ്ങളുണ്ടാവാം. ഇപ്പോൾ അത് നല്ല കാര്യമാണോ ചോദിച്ചപ്പോൾ എന്തായാലും മറുപടി പറയാം. നല്ല കാര്യമാണോ ചോദിച്ചാൽ അതുകൊണ്ട് ലോകത്ത് ചില ഉപയോഗങ്ങളുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നല്ല കാര്യമാണ്. മറ്റൊരു ദൃഷ്ടിയിൽ അതിന് ചില കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഈ അതേപോലെ ചീത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന അധർമ്മങ്ങളെന്ന് പറയുന്ന ലിസ്റ്റിൽ പെടുത്തുന്ന കാര്യങ്ങളുണ്ടല്ലോ. പലപ്പോഴും പലരും പല സന്ദർഭത്തിലും പല അധർമ്മങ്ങളും ചെയ്യുന്നത് എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്തത്, ഇതിനൊക്കെ വിലയില്ലേ? നമ്മൾ ഒരു അധർമ്മം ചെയ്തു, ശരിയാണ്, ചെയ്തത് അധർമ്മമാണ്. പക്ഷേ ഇത് എന്ത് സാഹചര്യത്തിൽ അയാൾ ചെയ്തു എന്നുള്ളതിന് പ്രസക്തിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ പ്രസക്തിയൊക്കെ കണക്കാക്കിക്കൊണ്ട് മാത്രമേ ഓരോ കർമ്മങ്ങൾക്കും ഫലം കൊടുക്കാൻ പാടൂ. ഇതാണ്, ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ആ ഫലം കൊടുക്കുന്ന ആളെ ജഗൻ നിയന്താവ് എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. ഇത് പറയുന്നത് ലൗകിക ന്യായമാണ്. ലോകത്തെ എങ്ങനെയാണ് ഒരു ന്യായാധിപൻ കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ കുറ്റത്തിന് എല്ലാവർക്കും ഒരേ ശിക്ഷയല്ല. ആ കുറ്റം അയാൾ ചെയ്തത് ഏത് സന്ദർഭത്തിലാണ് എന്ന് കൂടി പരിഗണിച്ചിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത്. ആണോ അല്ലയോ? ഇന്നതാണ് കുറ്റം, ഇന്നത് ശിക്ഷ, ഇന്നതാണ് കുറ്റം എന്നൊരു കമ്പ്യൂട്ടർ വെച്ചാൽ പോലെ അവിടെ ആ ജഡ്ജി ഇരിക്കേണ്ടടുത്ത് ഒരു അചേതനമായ ഒരു യന്ത്രം ഈ നിയമങ്ങളെ മുഴുവൻ അപ്ലോഡ് ചെയ്തിട്ട് ഒരു യന്ത്രം എവിടെയാണ് വെച്ചാൽ പോലെ അതിൽ കാണുന്ന റിസൾട്ട് എന്താ, അത് വായിക്കുക, ശിക്ഷ അങ്ങനെ പോരെ. അപ്പോൾ നിങ്ങളുടെ AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എത്രയൊക്കെ വികസിച്ചാലും ഇവിടെ ചേതനന് മാത്രം ചെയ്യാവുന്ന എല്ലാ വിചാരങ്ങളും മനസ്സിലാക്കുന്ന ചേതനന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ചേതനനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയാൾ ഏത് സന്ദർഭത്തിലാണ് ആ കുറ്റം ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ പിന്നിൽ എത്രത്തോളം ക്രൂരതയുണ്ട്, ഇപ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്താണ്, ഇപ്പോൾ അയാളുടെ പരിവർത്തനം വന്നിട്ടുണ്ടോ, ഇതൊക്കെ പരീക്ഷിച്ചുകൊണ്ടാണ് ഓരോ കുറ്റത്തിനും ശിക്ഷ വിധിക്കുന്നത്. ഇതൊരു ഉദാഹരണം പറയുന്നത് കാരണം. അപ്പോൾ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ധർമ്മശാസ്ത്രത്തിൽ പറയപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലം എന്ന് പറഞ്ഞാൽ ആ എഴുതിയത് വായിച്ചത് കൊണ്ട് മാത്രം ആ ഫലമാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ ഇല്ല. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, അത് ചെയ്ത സമയത്തുള്ള അവസ്ഥ എന്താണ്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രം ആണ് ഈ കർമ്മങ്ങളുടെ ഫലം ഉളവാകുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ജന്മാന്തര കർമ്മമായിക്കോട്ടെ, ഈ ജന്മത്തിലത്തെ കർമ്മമായിക്കോട്ടെ, എല്ലാം ഇവിടെ തന്നെ അനുഭവിച്ച് തീരും എന്നൊന്നുമില്ല, സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കർമ്മങ്ങൾക്ക് വേറൊരു വിഷയം, എല്ലാ കർമ്മങ്ങൾക്കും ഫലം അനുഭവിച്ചു തന്നെ തീരണമെങ്കിൽ ഈ പ്രായശ്ചിത്തം വിധിക്കണത് എന്തിനാ? പ്രായശ്ചിത്ത വിധികൾ അനേകമുണ്ട്, നിങ്ങൾക്കറിയാം. ഇന്ന കർമ്മത്തിന് ഇന്ന പ്രായശ്ചിത്തം. ജ്യോതിഷം ഒക്കെ നോക്കിയിട്ട് ഇന്ന പാപം ഉണ്ടോ, ഇതൊന്ന് ചെയ്തോളൂ എന്ന് പറയില്ലേ ജ്യോത്സ്യന്മാർ? എന്നെ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തോളൂ എന്ന് പറയില്ലേ? ഇതൊക്കെ എന്താണ്? ഇത് പ്രായശ്ചിത്തമാണ്. അപ്പോൾ ഈ പ്രായശ്ചിത്തം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതെ കണ്ട് കഴിയാൻ വേണ്ടിയാണ്, സംശയമില്ല.
അനുഭവിക്കാതെ കൊണ്ട് കഴിയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ പ്രായശ്ചിത്തം കൊണ്ട് നമ്മളുടെ പാപകർമ്മങ്ങൾ കുറച്ചൊക്കെ നശിച്ചു പോകുന്നു എന്നൊരു സിദ്ധാന്തമുണ്ടല്ലോ. ഇത് നമ്മളുടെ തത്വം തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അങ്ങനെ പറ്റിപ്പോയി. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രായശ്ചിത്തത്തിൻ്റെ സ്വഭാവമുണ്ട്. അപ്പോൾ ഈ പ്രായശ്ചിത്തത്തിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഈ കർമ്മഫലങ്ങൾ തരാതെ കണ്ട് നമ്മളെ രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാനുമുള്ള ഒരു ഏർപ്പാട് അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ജഗന്നിയന്താവ് ആയിരിക്കുന്ന ഈശ്വരൻ കർമ്മങ്ങൾക്ക് ഫലങ്ങളെ തരുന്നത് ആ ചെയ്ത സന്ദർഭത്തിലത്തെ അയാളുടെ മാനസികാവസ്ഥ മാത്രം വെച്ചുകൊണ്ടല്ല, അതിന് ശേഷമുള്ള ഇയാളുടെ ചരിത്രം കൂടി വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ശേഷമുള്ള ചരിത്രം നമുക്ക് നേരെയാക്കാൻ നമ്മളെ കൊണ്ടാവുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ മുമ്പിൽ ആ വിനയം കൂടിയും വേണം. ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ്. ഒരാൾ നല്ല കാര്യം ചെയ്തു വെച്ചതുകൊണ്ട് മാത്രം അയാളെ അംഗീകരിക്കില്ല. ലോകത്ത് നോക്കി നോക്കൂ, ഇതൊന്നും നമുക്ക് തത്വശാസ്ത്രമൊന്നും നോക്കണ്ട. ലോകവ്യവഹാരം എങ്ങനെയാണ്? ഒരാൾ നല്ല കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് അതിനുള്ള ഫലം കൊടുക്കാൻ നമുക്ക് തോന്നില്ല. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ നന്നായിട്ട് പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അയാളുടെ മുകളിൽ അതിൻ്റെ ഉന്നതനായിട്ടുള്ള ആൾ ആരാണോ അയാൾ കനിയുമെന്ന് പറയാൻ വയ്യ. ആ ചെയ്തു എന്നുള്ള അഹങ്കാരം ഇല്ലാതെ കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഒരു വിലയുണ്ടല്ലോ, ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നല്ല കാര്യം ചെയ്തു, ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫലം തരൂ എന്ന് പറയാതെ എന്നെക്കൊണ്ടാവുന്നത് ചെയ്തിട്ടുണ്ട് ഭഗവാനെ, അതിൻ്റെ ഫലം ഉചിതമായ രീതിയിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ അത് തരണേ, ഇത്രയും പ്രാർത്ഥിക്കുക. ഈ ഒരു പ്രാർത്ഥനാഭാവം ഉണ്ടല്ലോ, ഈ ഭാവത്തിനൊരു വിലയുണ്ട്. അപ്പോൾ ഈ ഭാവം കൂടി കണ്ടുകൊണ്ടാണ് എന്ത് ഫലമാണ് കൊടുക്കേണ്ടത് വേണ്ടാത്തതെന്ന് തീരുമാനിക്കേണ്ടത് എന്നർത്ഥം. ഇങ്ങനെയാണ് ഈ കർമ്മഫല നിയന്ത്രണ പ്രക്രിയ ഈശ്വരൻ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിന് ഫലം കിട്ടുന്നത്, ഇതും കൂടി അതിൻ്റെ ഇടയിൽ ചേരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ ഈശ്വരനെ കാണുമ്പോൾ ഒരാൾ സ്തുതിക്കണു, ആ സ്തുതി കേട്ടങ്ങോട്ട് മതി മറക്കുന്നു, ആൾ സന്തോഷമാവണു, കുറേ ഫലമാണ് കൊടുക്കണു, അങ്ങനെയല്ല. ആ സ്തുതിക്കണതിൻ്റെ ഭാവം എന്താണ്? ഈ സ്തുതിപ്പിച്ച് സുഖിപ്പിക്കുക എന്ന് പറയില്ലേ, അതല്ല അതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ സകല ജഗത്തിനെയും നിയന്ത്രിക്കുന്ന ആ പരമമായിരിക്കുന്ന അചിന്ത്യമായിരിക്കുന്ന ശക്തിക്ക് മുമ്പിൽ നമ്മൾ പാലും പഴവും നിവേദിച്ച് വശീകരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒന്നുമില്ല. ഈ ചോദിക്കുന്ന ആളുടെ ഭാവന എന്താ ചോദിച്ചാൽ, ലോകത്തുള്ള ഒരു രാഗദ്വേഷാദികളോട് കൂടിയിരിക്കുന്ന ഒരു പ്രഭു എങ്ങനെയാണോ ഒരാളുടെ സമ്മാനം വാങ്ങി അയാളിൽ വശീകരിക്കപ്പെടുന്നത്, അതേപോലെയാണ് ഈശ്വരൻ നമ്മളിൽ വശീകരിക്കപ്പെടുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. വാസ്തവത്തിൽ ഈശ്വരൻ വശീകരിക്കപ്പെടണമെന്നില്ല. ഈശ്വരനെ എങ്ങനെ വശീകരിക്കണം? അവനവന് വേണ്ടി എന്തെങ്കിലും അവനവൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കണതെന്ന് വയ്ക്കുക. ഞാൻ എൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണ് മറ്റുള്ളവരെ കൂടി സഹായിക്കുന്നത്. സാധാരണ നിലയ്ക്ക് ലോകത്ത് ലൗകികന്മാരായിട്ട് ജീവിക്കുന്നവർ മറ്റുള്ളവരെ സഹായിക്കുന്നതടക്കം അവനവൻ്റെ എന്തെങ്കിലും പ്രയോജനങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഭൂരിപക്ഷവും. അങ്ങനെയാണെങ്കിൽ നമ്മളാൽ സഹായിക്കപ്പെടേണ്ടുന്ന ആൾക്കാർ നമുക്കും കുറച്ചും കൂടി തരേണ്ടതൊക്കെയാണ്. അപ്പോൾ കൂടുതൽ സന്തോഷമാവും, വീണ്ടും സഹായിക്കും, ഇങ്ങനെ കാണും. ഇതേപോലെയാണ് ഈശ്വരൻ ഭക്തന്മാരുടെ നൈവേദ്യം സ്വീകരിച്ചുകൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പറയുന്ന ചോദ്യം ഉത്തരമില്ലാണ്ട് പോണത്. അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ പോലെ വിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ശരിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. ആ കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് ശേഷം വിനയത്തോടു കൂടി ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. ദുഷ്ടങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു. ഇതൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് നമ്മളുടെ കർമ്മഫലങ്ങൾ വ്യവസ്ഥാപനം ചെയ്യപ്പെടുന്നത് ലോകത്ത്. അതിന് എല്ലാ ജീവരാശികളുടെയും അന്തഃക്കരണത്തെ അറിയുന്ന ഒരു സർവജ്ഞനായിരിക്കുന്ന ശക്തിയുടെ ആവശ്യം ഉണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അങ്ങനെ ഒരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ സന്തുലിതമായിരിക്കുന്ന വ്യവസ്ഥ ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു തർക്കം. ഈ തർക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തി എന്നർത്ഥം. ഇതിനെ കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ടൊന്നും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല.
അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഈശ്വര ആരാധന എന്ന് പറയുന്നതിന് ഇപ്പോൾ ഒരു വിനീതനായൊരു ശിഷ്യൻ അങ്ങനെ വിനയത്തോടു കൂടി പഠിക്കുക എന്ന് പറഞ്ഞ് വിനയത്തോടു കൂടി പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന ആ ഗുരുവിന് ആ ശിഷ്യനിൽ വിശേഷപ്പെട്ട ഒരു വാത്സല്യം സംഭവിക്കുന്നു. അത്രയേ ഉള്ളൂ ഇല്ല. അപ്പോൾ കർമ്മഫലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറ്റം വരുത്താനുള്ള ശക്തി ഈശ്വരനുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഈശ്വരൻ പക്ഷപാതിയാവുന്നില്ല. എന്തുകൊണ്ട് പക്ഷപാതിയാവുന്നില്ല? പക്ഷപാതം വരില്ലേ ചോദിച്ചാൽ പക്ഷപാതം വരുന്നില്ല. അപ്പം ഈശ്വരൻ എൻ്റെ പ്രാർത്ഥനകളെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ദുഷ്ടകർമ്മങ്ങളെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോട് കൂടിയിട്ട് ഞാൻ പക്ഷപാതിയായിരിക്കുന്ന ഈശ്വരനെയാണ് മനസ്സിൽ ധ്യാനിക്കുന്നത് എന്ന് കണക്കാക്കേണ്ട കാര്യമില്ല എന്ന് പറയണത്. പറഞ്ഞ് മനസ്സിലായോ? എൻ്റെ കുറ്റങ്ങളെ കണ്ടില്ല എന്നടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതോട് കൂടിയിട്ട് ഞാൻ ഈശ്വരനിൽ പക്ഷപാതിത്വം ആരോപിക്കുന്നുണ്ട് എന്ന് ധരിക്കേണ്ട. അങ്ങനെ ഇല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ലോകത്ത് കാണുന്ന ഉദാഹരണം നോക്കുക. ഒരു ന്യായാധിപൻ ഇന്നതാണ് ശിക്ഷ എന്ന് വിധിക്കുന്ന സമയത്ത് അയാളുടെ സാഹചര്യവും അയാളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും അയാളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയും എല്ലാം പരിഗണിച്ചുകൊണ്ട് ശിക്ഷ വിധിക്കുന്ന സമയത്ത് അതിനെ പക്ഷപാതമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാം, ഒരു പക്ഷേ ജഡ്ജിയെ സ്തുതിച്ചതിന് ശേഷം, സ്തുതി കേട്ടതിന് ശേഷം ജഡ്ജി അങ്ങോട്ട് അതിൽ എന്താ പറയുക, അതിൽ മയങ്ങിപ്പോയി, അതുകൊണ്ട് അയാളുടെ ശിക്ഷ ഇളവ് ചെയ്തു പറഞ്ഞാൽ അത് പക്ഷപാതമാണ്. അതേപോലെ തന്നെ അല്ലേ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ? അതേപോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഈശ്വരനോട് നമ്മൾ ചെയ്യുന്ന സ്തുതി കേട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ അങ്ങനെ എന്നെ കൂടുതൽ സ്തുതിക്കുന്നുവല്ലോ എന്നുള്ള അഭിമാനം കയറിയിട്ടല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്. ജഡ്ജി ഒരു പക്ഷേ ശിക്ഷ ഇളവ് ചെയ്യുന്നു എങ്കിൽ അത് അഭിമാനം കയറിയിട്ടായിരിക്കാം. ഈ അഭിമാനം കയറാതെ തന്നെ നമ്മളുടെ ആ സ്തുതി ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥ എത്രത്തോളം മാറ്റം വരുന്നു എന്നനുസരിച്ചാണ്. അതുകൊണ്ടാണ് കപടമായിട്ടുള്ള സ്തുതി കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്നത്. ആരെ പറ്റിക്കാനാ എന്ന് പറയില്ലേ? ആരെ പറ്റിക്കാനാ നിങ്ങൾ സ്തുതിക്കണത്? കപടമായിട്ടുള്ള സ്തുതി കൊണ്ട് പ്രയോജനമില്ല. അതേസമയം ഈ പറയുന്ന പോലെ ആത്മാർത്ഥമായിട്ടാണ് ആ സ്തുതികൾ നിങ്ങൾ നിർവഹിക്കണതെങ്കിൽ ആ സ്തുതി എന്ന് പറയുന്നതും ഒരു വിഹിത കർമ്മമാണ്. വിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ വേണ്ട പോലെ ചെയ്താൽ പോരെ, സ്തുതിക്കണം എന്തിനാ ചോദിച്ചാൽ ഒരു മറുപടി ഇതാണ്. ആ സ്തുതിക്കുക എന്നുള്ളത് ജഗൻ നിയന്താവിനെ അംഗീകരിച്ചുകൊണ്ട് ആ വിനയത്തോടുകൂടി ജീവിതത്തെ നയിക്കുക. ആ വിനയത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ സാമൂഹികമായിരിക്കുന്ന എല്ലാ ചേതനന്മാരെയും നമ്മൾ ഒരേപോലെ ആദരിക്കുക. എല്ലാം ഈശ്വരഭാവമാണ് എന്ന് കണ്ടുകൊണ്ട് സകല ഭൂതങ്ങളിലും ഒരേപോലെ ദയയോടുകൂടിയിരിക്കുക, ഒരേപോലെ കാരുണ്യത്തോടു കൂടിയിരിക്കുക, സഹാനുഭൂതിയോടു കൂടിയിരിക്കുക. ഈ പറയുന്ന ധർമ്മം നമ്മൾ നിർവഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് ഒരു അചിന്ത്യമായിരിക്കുന്ന ഒരു ശക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ പൗരുഷത്തെ ഇല്ലാണ്ടാക്കലല്ല, ഈ പൗരുഷത്തെ ശുദ്ധീകരിക്കലും വർദ്ധിപ്പിക്കലും കൂടി തന്നെയാണ്. അതുകൊണ്ട് പൗരുഷം ഇല്ലാണ്ടാവില്ല ചെയ്യുക, ഉള്ളത് കൂടുതൽ വർദ്ധിക്കും, കാലുഷ്യങ്ങളകന്ന് ശുദ്ധമാവും. അതിനുവേണ്ടി തന്നെയാണ് ഭക്തിശാസ്ത്രങ്ങൾ പ്രാധാന്യേന ഈ പ്രാർത്ഥനകളെ നോക്കൂ. ഭാഗവതത്തിൽ എത്രയെത്ര സ്തുതികളാണ്, എന്തെന്ത് ഭാവത്തിലാണ് സ്തുതിച്ചിരിക്കുന്നത്. നിർഗുണഭാവത്തിൽ സ്തുതിക്കുന്നുണ്ട്, സഗുണഭാവത്തിൽ സ്തുതിക്കുന്നുണ്ട്. തത്വം ഒന്ന് തന്നെയാണെങ്കിൽ പോലും സ്തുതിക്കുന്നതിന് നമ്മളെ കഴിഞ്ഞിട്ടേ വേറെ ഒരു രാജ്യത്തും ആൾക്കാരുള്ളൂ. സംശയമുണ്ടോ? സ്തുതിക്കുന്നതിന് നമ്മളെക്കാൾ താഴെ തന്നെയാണ് ബാക്കി എല്ലാവരും. അതെന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും മനുഷ്യനെ സ്തുതിക്കലായാലും ശരി, ഈശ്വരനെ സ്തുതിക്കലായാലും ശരി. അതുകൊണ്ട് തെറ്റ് പറയാൻ വയ്യ. നമ്മൾ ഉള്ളിൽ കരുതുന്ന ഒരു ആദർശം അതൊരു വ്യക്തിയിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ ആ വ്യക്തിയെ സ്തുതിച്ചാൽ തകരാറ്? യാതൊരു തകരാറുമില്ല. സനാതന ധർമ്മത്തിൽപ്പെട്ടത് തന്നെയാണ്. മനുഷ്യനെ സ്തുതിക്കരുതൊന്നുമില്ല, ഗുരുനാഥന്മാരെ സ്തുതിക്കണം എന്നാണല്ലേ പറയുന്നത്. നമ്മൾ ഉള്ളിൽ കാണുന്ന ആദർശം ഒരു വ്യക്തിയിൽ കൃത്യമായിട്ട് പ്രതിഫലിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ വ്യക്തിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ തകരാറ്? അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല, അതിന് നേരത്തെ പറഞ്ഞ പോലെ അനേകം തലത്തിലുള്ള മഹിമകൾ അതിനുണ്ട്. അപ്പോൾ ജഗന്നിയന്താവായിട്ടൊരു ശക്തി ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടിങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട് ഇത്തരം എല്ലാ തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യാവഹാരികമായിട്ടുള്ള ഒരു റെലവൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലാണ്ട് ചിത്രകഥ വായിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങളെയൊക്കെ പ്രതിഷ്ഠിക്കുക അങ്ങനെയല്ല. ചിത്രകഥ വായിച്ച പോലെ ഡിങ്കൻ എന്ന പോലെയല്ല എന്നർത്ഥം. അങ്ങനെയല്ല. അപ്പോൾ ഈ വ്യത്യാസം അറിഞ്ഞുകൊണ്ട് നമ്മളുടെ
സംസ്കാരത്തെ ഉൾക്കൊണ്ടാൽ മാത്രമേ അതിൽ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ വരുള്ളൂ. അപ്പോഴേ നമ്മളുടെ ഈ പറയുന്ന വിഹിതങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങളിൽ വേണ്ടത്രയുള്ള ശ്രദ്ധ വരുള്ളൂ. ഇല്ലാണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം എന്തും ചെയ്യാം, ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യുന്നു, അങ്ങനെയല്ല. ആദ്യമേ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയ പോലെ ചെയ്യുക. ഈശ്വര ആരാധനയാണ്, സദ്ഭാവനയോടുകൂടിയാണ് ചെയ്യണതെങ്കിൽ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അനാദി സമ്പ്രദായത്തിൽ പെട്ട എത്രയോ ആരാധനാ സമ്പ്രദായങ്ങൾ, എത്രയോ ഉപാസ്യമൂർത്തികൾ, ഉപാസനാമൂർത്തികൾ, ഉപാസനാ മന്ത്രങ്ങൾ, പുരാണങ്ങൾ, ഉപാസനാ പദ്ധതികൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ അതിലേതെങ്കിലും ഒന്നിനെ സ്വീകരിച്ച് നമുക്ക് ഏതാണോ മനസ്സിന് ഇണങ്ങുന്നത് അതിനെ സ്വീകരിച്ച് ഭക്തിമാർഗത്തിലോ ഉപാസനാ മാർഗത്തിലോ ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിൽ പരിപൂർണ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് തീർച്ചയായിട്ടും ലോകത്ത് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളുണ്ട്. പ്രാർത്ഥിക്കരുത് എന്നെവിടെയും ഇല്ല. ഇനി മോക്ഷം എന്ന് പറയുന്ന സംസാര നിവൃത്തി എന്ന് പറയുന്ന വലിയ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ വ്യത്യാസം ഇതിൽ ഈ പറയുന്ന ഭാഷയിൽ ചെറിയ വ്യത്യാസം വരും. അത് തൽക്കാലം ഞാൻ ഇപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ടല്ല സംസാരിച്ചത്. ഇത്രയും നേരം സംസാരിച്ചത് ഒരു മോക്ഷശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല. മോക്ഷശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാലും മോക്ഷശാസ്ത്രം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മോക്ഷശാസ്ത്രം എന്ന് പറയുന്ന പുരാണമാവട്ടെ വേദാന്തമാവട്ടെ എന്തുമാവട്ടെ നിങ്ങളെ ബലാത്കാരയുടെ പിടിച്ച മുക്തന്മാരാക്കാനുള്ള പരിപാടിയൊന്നും അതിനകത്തില്ല. നിങ്ങൾക്ക് ഈ സംസാര ജീവിതത്തിൽ പരിപൂർണമായിരിക്കുന്ന വൈരാഗ്യം ഉണ്ടെങ്കിൽ ദാ ഈ വഴിക്ക് പോന്നോളൂ, അത്രയേ ഉള്ളൂ. ഉണ്ടെങ്കിൽ, അതില്ല എങ്കിൽ പാപമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ധരിക്കണ്ട. ഇതങ്ങനെ തുടർന്ന് പോവും, അത്രയേ ഉള്ളൂ. ഇനിയും ജന്മങ്ങൾ വരട്ടെ. അതുകൊണ്ട് എന്താ വിരോധം? ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ എന്നല്ലേ. ഭക്തിശാസ്ത്രത്തിൽ ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ജന്മങ്ങൾ വരുന്നതിനെ നിരാകരിക്കുന്നില്ല. ഭാഗവത് എങ്ങനെയാണ് ഉപസംഹരിച്ചത്? വരട്ടെ, ഭവേ വീണ്ടും വീണ്ടും ജന്മങ്ങൾ വരട്ടെ, ഇതേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇതേ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ അധികം മടങ്ങ് ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഭാഗവതം ഉപസംഹരിക്കണമെന്ന് മറക്കണ്ട. അപ്പോൾ അത് മോക്ഷശാസ്ത്രത്തിന് അത്രയേ ഉള്ളൂ. നിങ്ങൾ സംസാരത്തിൽ തുടരാനാണോ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഇതാ ഇങ്ങനെ, ഇനി അങ്ങനെയല്ലേ, എന്നാൽ ഇങ്ങനെ, ഇത്രയേ ഉള്ളൂ. അത് രണ്ടും തെറ്റല്ല. അധാർമികമായിട്ട് സംസാരത്തിൽ തുടരാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ഇത്രയേ നമ്മളുടെ പുരാണങ്ങൾക്കായി കഴിഞ്ഞാലും വേദാന്ത ശാസ്ത്രത്തിനായി കഴിഞ്ഞാലും ധർമ്മശാസ്ത്രങ്ങൾക്കായി കഴിഞ്ഞാലും ഇത്രയേ ഉദ്ദേശമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവേണ്ടതാണ് എന്ന് ഇങ്ങനെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഇനി സമയം മുന്നോട്ട് പറയാൻ സമയമില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ വാക്കുകളും സകല ഭാഗവതോത്തമന്മാരുടെയും ഭഗവാന്റെയും കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. ഹരനമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. അഖില ഭാരത